ഇന്ന് ഞാനതാ നിങ്ങളെ നാട്ടിലേക്ക് വാതിന് വരുമ്പോൾ മംഗലാപുരത്ത് ഫസ്റ്റ് ന്യൂറോയിൽ ഞാനതാ എൻ്റെ പരിചയത്തിലുള്ള ഒരു രോഗിയെ കാണാൻ ചെന്നു. ആ രോഗിയോട് സംസാരിച്ച് അവിടുന്ന് മന്ത്രിച്ച് ഞാനങ്ങ് പുറത്തു വന്നപ്പോൾ ഒരു പ്രായം ചെന്ന ഉമ്മയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു സ്ത്രീ ഫുള്ളായി പർദ്ദ ധരിച്ചിട്ടുണ്ട്, മുഖം മറച്ചിട്ടുണ്ട്, ശരീരം മറച്ചിട്ടുണ്ട്. മെല്ലെ എൻ്റെ കൂടെയുള്ളവരോട് വന്ന് പറഞ്ഞ് ഒന്ന് അപ്പുറത്തെ റൂമിൽ വന്നിട്ടൊന്ന് മന്ത്രിക്കാമാ. ഇതങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ കൽബങ്ങ് പൊട്ടിപ്പോയി. അതുപോലത്തൊരു ഉമ്മ എനിക്കുമുണ്ടല്ലോ, ഞങ്ങൾക്കുമുണ്ടല്ലോ, നമുക്കുമുണ്ടല്ലോ. ഞാൻ പിന്നെ ഇവിടെ നേരം വൈകുമോന്ന് നോക്കിയില്ല. ആർക്ക് എപ്പോഴാണ് രോഗം വരുന്നതെന്നറിയുമോ? അതെ, ഇപ്പൊ രോഗികളായി കിടത്തത്തിൽ കഴിയുന്നവർ ഒരു കാലം നല്ല ഉഷാറായി നടന്ന ചെറുപ്പക്കാരല്ലേ. അതേ സമയത്ത് പെട്ടെന്നൊരു രോഗം പിടികൂടി. എന്നിട്ട് ആ ഉമ്മ എൻ്റെ കൂടെയുള്ളവരോട് പറയാണ്, 3 തിങ്ങായി, 3 മാസക്കാലമായി ഇയാളിങ്ങനെ കിടത്തത്തിൽ തന്നെ. ഞാനവിടെ പോയി നോക്കുമ്പോൾ റൂമിൽ സിസ്റ്റർമാരുണ്ട്, നഴ്സുമാരുണ്ട്. അവർ ഇദ്ദേഹത്തിന്റെ പുറംഭാഗം ഡ്രസ്സിംഗ് ചെയ്യാണ്. കാരണം കിടന്ന കിടത്തത്തിലായി പുറംഭാഗം പുണ്ണായിരിക്കുന്നു. ആ സിസ്റ്റർമാര് ഡ്രസ്സിംഗ് ചെയ്ത് അതേ റൂമിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഞാനങ്ങ് കയറി. ആ രോഗിയുടെ ചെവിറ്റിൽ ഞാനതാ സൂറത്തുൽ മുഅ്മിനീനിന്റെ അവസാനത്തെ ആയത്തുകൾ ഓതിക്കൊടുത്തു. ഓ വീട്ടില് രോഗികളുണ്ടോ? അവരുടെ ചെവിറ്റിൽ ഓതിക്കൊടുത്തോ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. മുസ്ഹഫ് മറിച്ച് നോക്കിയാൽ സൂറത്തുൽ മുഅ്മിനീൻ കാണാം. ആ സൂറത്തുൽ മുഅ്മിനീന്റെ 115 നമ്പർ ആയത്ത് തൊട്ട് ഓതിക്കോ. അവസാനത്തെ ആയത്ത് 118 നമ്പർ വരെ, അവസാനത്തെ ആയത്ത് വരെ ഓതിക്കോ. കാരണം രോഗിയുടെ ചെവിറ്റിൽ അത് ഓതിയാൽ ആ രോഗിയുടെ അസുഖം മാറാനത് കാരണമാണ്. അങ്ങനെയല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഒരു രോഗിയുടെ അരികിലൂടെ വിട്ടുകടക്കുമ്പോൾ അവിടെ ഒരു രോഗിയുണ്ട്. ഉടനെ മഹാനവരികൾ ആ രോഗിയുടെ ചെവിറ്റിൽ പോയി ഞാനിപ്പറഞ്ഞ സൂറത്തുൽ മുഅ്മിനീനിന്റെ 115 നമ്പർ ആയത്ത് മുതൽ 18 നമ്പർ വരെയുള്ള ആയത്ത് ചെവിറ്റിലങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ആ രോഗിയുടെ രോഗമങ്ങ് മാറിപ്പോയി, ഭേദമായി പോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിച്ചു, മാ ഖറഅത ഫീ ഉദ്നിഹി, എന്താണ് അയാളെ ചെവിറ്റിൽ നിങ്ങൾ ഓതിക്കൊടുത്തത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയേ, സൂറത്തുൽ മുഅ്മിനീന്റെ 15 മുതൽ 18 നമ്പർ വരെയുള്ള ആയത്താണ് ഞാനങ്ങ് ഓതിക്കൊടുത്തത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം,
എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത് ആ റബ്ബ് തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ മൂഖിനാ, നല്ല ഉറച്ച വിശ്വാസമുള്ളൊരു മോമിനായ മനുഷ്യൻ, നല്ല കരുത്തുള്ളൊരു മോമിനായ മനുഷ്യൻ, അത് ഏത് ഓതുന്നതിനും ഡിമാൻഡ് നിബന്ധനയാണത്. എങ്ങനെയെങ്കിലും ഓതിയാ പോരാ ഉമ്മമാരെ. അതുകൊണ്ടാണ് ലൗ അന്ന റജുലൻ മുഖിനാ, നല്ല കരുത്തുള്ള മനുഷ്യൻ, നല്ല ഉറപ്പുള്ള മനുഷ്യൻ, നല്ല നീയത്ത് ക്ലിയറുള്ള മനുഷ്യൻ, നല്ല നീയത്തോടുകൂടെ, നല്ല കരുത്തോടുകൂടെ, നല്ല ഉറപ്പോടുകൂടെ ഈ ആയത്തുകൾ അങ്ങോദിയാൽ, അതേ ഖറഅഹ അലാ ജബൽ, ഒരു പർവ്വതത്തിൻ മുകളിൽ കയറിയിട്ട്, ഒരു ഗുഡയുടെ മുകളിൽ കയറിയിട്ട്, ഒരു കുന്നിൽ കയറിയിട്ട് ഇതങ്ങ് ഓതിയാൽ ലസാല, ആ കുന്നങ്ങ് നീങ്ങിയേക്കാം. അത്രയും പവറുള്ള ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനീന്റെ 15 മുതൽ 18 വരെയുള്ള ആയത്ത്. വെറുതെയാണോ ഉമ്മമാരെ? ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിറുദുൽ ലതീഫിൽ അത് പെടുത്തിയത് വെറുതെയാണോ? അതുകൊണ്ട് വീടുകളിൽ രോഗികളുണ്ടോ? സീക്കുള്ളവരെ കാണാൻ പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ അങ്ങനല്ല. ഇതിപ്പോ ഞങ്ങളെ പറഞ്ഞ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം ഒച്ച കേൾക്കുന്ന ജാവു ഉഷാരില്ലാതെ. ഞാൻ സത്യം പറയട്ടെ, ഇന്നലെ മിഞ്ഞാന്ന് തോന്നുന്നു 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാദിന് പോയി. ആ വാദ് പറഞ്ഞിട്ട് ദ്വാരക്കുമ്പോ ഒരാൾ പറയുന്നത്, അവിടെ സംഭാവന, അവിടെ മദ്രസക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുമ്പോ സംഭാവന തരുമ്പോ അയാൾ പറയാ, ബാപ്പ കിടന്ന കിടത്തത്തിലായിട്ട് 28 കൊല്ലായി ഉസ്താദെ ദ്വാരക്കണോ? വിചാരിച്ചു 28 കൊല്ലായി ബാപ്പ. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാ? ഇല്ല. അതിന്റെ ഗൗരവം ഇപ്പൊ നമുക്ക് അറിയണില്ല. ചൊല്ലെങ്കിൽ എന്തറിയോ, ഇപ്പൊ ഞാൻ നിന്നനല്ലേ, ഇപ്പൊ നിങ്ങൾ ഇരുന്നനാൽ ഇപ്പൊ ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അല്ലാഹു ഞങ്ങൾക്കത് മനസ്സിലാക്കാതിരിക്കട്ടെ. എന്താ ആമീൻ പറയാത്തെ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഞാനിത് വെറുതെ പറയല്ല. ഒരു മനുഷ്യൻ 28 വർഷക്കാലം അനങ്ങാതെ കിടന്ന കിടത്തത്തിലാണെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്ത്? ഒരു പുരക്കാരവശം. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോ നീട്ടി പറയൊന്നുമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാലേ ഞമോ ഓരെല്ലാം ഒന്ന് നോക്കാൻ പോണം. നോക്കാൻ പോയെങ്കിലേ ഞാനിങ്ങനെ ബീസ നടക്കുന്ന പവർ എനിക്ക് മനസ്സിലാകുന്നേ. അതേപോലെ ഞമ്മ എന്തു എങ്ങനെ ഇരിക്കുന്നോ, എങ്ങനെ കിടക്കുന്നോ, എങ്ങനെ ബീസ നടക്കുന്നോ, ഓടുന്നോ, മണ്ണോ, എന്തെല്ലാക്കുന്നോ, അതിനൊക്കെ വിലയും നിലയും മഹത്വം മനസ്സിലാകുന്ന എപ്പറിയോ? ഇതുപോലെ കൊല്ലങ്ങളായി കിടന്ന കിടത്തത്തിലുള്ളവരെ നോക്കാൻ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് രോഗിയെ സന്ദർശിക്കണോന്ന് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തങ്ങളെ സ്വഭാവം ഞങ്ങൾ ഇന്നിപ്പോ എന്താ തരും? ഞങ്ങൾക്ക് എന്തെന്ത് ഇന്ന് ബർക്കത്ത് കുറഞ്ഞു പോയില്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ബർക്കത്ത് പഴയതുപോലെ ഉണ്ടായില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്ത്? മിണ്ടുന്നേ ഇല്ലല്ലേ? ഞാൻ നിങ്ങൾക്ക് മാർക്കൊന്നും തരുന്നില്ല. ഇത് പാസ് ഫെയിലാകുന്ന വിഷയം ഒന്നും അല്ല. ഒന്ന് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ, എന്റെ ഒപ്പം ഉണ്ടാകുന്നൊന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. പഴയ കാലത്തെ ബർക്കത്ത് ഇന്ന് ഉണ്ടായില്ലേ? നിങ്ങൾ ഒന്ന് ചൊല്ലി. ഇല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ബർക്കത്തിനും അറിയാം. ബർക്കത്തിനും അറിയാം പഴയ പോലെ ബർക്കത്ത് ഇന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ബർക്കത്ത് നമ്മുടെ അടുത്ത് വരാത്തെ? ബർക്കത്ത് തീരെ ഇല്ല എന്നില്ലപ്പാ, ബർക്കത്തുണ്ട് പഴയതുപോലെ. പഴയ പൊരല്ല എന്തിന്റെ പൊരയായിരുന്നു, എന്നിട്ടും ബർക്കത്തിന്റെ ഒരു കുറവുണ്ടാ? എന്തൊരു സുഖം ഓട്ടിന്റെ പൊരയിൽ കിടക്കുമ്പോ അല്ലേ? ഓട്ടിന്റെ പൊര നിങ്ങൾക്ക് മനസ്സിലാകുന്ന എനിക്ക് എന്ത് ഭാഷ മാറുന്ന അവസ്ഥ. ഓടുന്നല്ലേ പറയുന്നത്? ആ, അതിന്റെ നടുവിൽ വന്നിട്ട് ചേര ഇരിക്കുന്ന എന്തൊരു രസം. ചേര എന്താ പറയുന്നത്? ചേരന്നല്ലേ? ചീരല്ല, അത് വേറെ. അത് ഞമ്മ ബർപ്പല്ലാക്കിട്ട് പൊടിക്കരിയാ. ഇത് ചേര വന്നിട്ട് വോട്ടിന്റെ നടുവിലിരിക്കുമ്പോ അതിന്റെ ഒരു എന്തൊരു രസം. രസം അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ് അതിന്റെ ഉള്ളിന്റെ ഒരു സംഭവം അല്ലേ? യോമോ ഇന്ന് ടാരിസ് വന്ന്, സ്ലാബ് വന്ന്, പൊരന്റെ ഉള്ളിൽ ലിഫ്റ്റ് വന്ന്, എല്ലാം വന്ന്, AC വന്ന്, എല്ലാം വന്ന്, എന്നിട്ട് ബർക്കത്ത് കിട്ടുന്നില്ല. സമാധാനമല്ല. ഒന്നല്ല ഒന്ന്, ഒന്നല്ല ഒന്ന്, ഒന്നല്ല ഒന്ന്, ഒന്നല്ല ഒന്ന്, ഒന്നല്ല ഒന്ന്, ഒന്നല്ല ഒന്ന്. എന്തേ നിങ്ങൾക്കറിയോ?
ഞമ്മ ആക്കേണ്ട കുറെ കാര്യം ആക്കുന്നില്ല. എന്തേ ഞമ്മ ഇന്ന് ഞമ്മളെ പൊരക്കാരത് മാത്രം വിഷയം. ഞമ്മ ഈ പൊരന്റെ ഗോഡയുണ്ട്, 4 ಗೋಡೆಯ ಮಧ್ಯೆ. ಕನ್ನಡ നിങ്ങൾക്ക് ಕನ್ನಡ അറിയാം? ಕನ್ನಡ ಗೊತ್ತುಂಟ? ತುಳು ಬರ್ಪುಂಡ? ಬರ್ಪುಜ್ಜಿ ಒಂತೆ ಬರ್ಪುಂಡು ಅತ ಇಪಡ್ 4 ಗೋಡೆಯ ಒಳಗೆ ನಾನು, ನನ್ನ ಹೆಂಡತಿ, ನನ್ನ മക്കളു ഖലാസ്. പിന്നൊരുത്തനെ കുറിച്ച് എനിക്ക് ചിന്തണ്ട. നമ്മളെ തൊട്ട് പൊരന്റെ അപ്പുറത്തെ പൊരയിലുണ്ട് ഒരു അഹമ്മദാജി. മൂപ്പർ കുറെ കാലായി കിടന്ന കിടത്തത്തിൽ മൂപ്പർ രാത്രി എപ്പവും ഒച്ച വെക്കുന്നു. എന്തേ? അയാൾ വേദന സഹിക്കാതെ ഒച്ച വെക്കുകയാണ് ജനങ്ങളെ, വേദന സഹിക്കാതെ. അപ്പൊ ഞാൻ എന്താക്കുന്നേ, ഇയാളൊന്നും വേഗം പോന്നുമില്ല പാവ സാബിന്റെ, ഇയാളെ കൊണ്ട് ഒക്കെ അല്ലേ നമ്മളെ കമന്റ്. എന്തിന് ഇയാളല്ല ഈ മനുഷ്യന്മാർക്ക് ഇടങ്ങേറാക്കിട്ട് ഇയാളെല്ലാം അള്ള ബാക്കിയാക്കിനെ വേഗം കൊണ്ടുകൂടെ എന്നാ ഞാൻ അള്ളഹാനോട് പറയുന്നത്. എന്തിന് നീ ബാക്കി വെച്ചിനെ? അത് പാഠം പഠിക്കാനാണ്. മധ്യരാത്രി 1 മണിക്ക്, 1:30 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് നീ നിന്റെ വീട്ടിൽ സുഖമായിട്ട് കിടക്കുമ്പോ തൊട്ടപ്പുറത്ത് അയൽ വീട്ടിലെ ഒരു മനുഷ്യൻ പ്രായം ചെന്ന് മാസങ്ങളോളം കൊല്ലങ്ങളായി കിടന്ന കിടത്തത്തിലായി മുതലാകെ പുന്നായിപ്പോ ഇപ്പൊ പരക്കാരെല്ലാരും എയർ ബെഡ്, വാട്ടർ ബെഡ് തേടി പോവാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ നിലവിളിക്കുന്നു, റബ്ബേ സഹിക്കണില്ല. അത് നിന്റെ ചെവിട്ടിക്ക് വീഴുമ്പോ നീ ഇയാൾ ഉറങ്ങാനും വിടുന്നില്ല സാവിന്റെ. അതാ ഇല്ല, നിനക്കല്ല തന്ന ആഫിയത്തിന്റെ മഹത്വം അയാൾ നിലവിളിക്കണതിലൂടെ നീ കാണണം. അതുകൊണ്ടാണ് ഞമ്മക്കിത് ഇപ്പൊ ചിന്തിക്കാൻ നേരണ്ട. നമ്മളെ എത്രല്ല നമ്മളെ പൊരക്കാർ രോഗികളായി ഞമ്മ വിഷയം പറയുന്ന എവിടെ അറിയാം? പള്ളിക്ക് എത്തിയെങ്കിൽ നിനക്ക് വിഷയം അറിഞ്ഞ പള്ളിക്ക് 2 ആൾ നിസ്കരിക്കാൻ വന്നല്ലേ, നിസ്കരിക്കാൻ വന്ന വിഷയം അറിഞ്ഞ എന്ത് വിഷയം അറിഞ്ഞ? അല്ല, അയാൾക്ക് വലിയ സീക്കലല്ലേ. ആർക്ക്? ഡാഷ് അല്ലാഹു കാക്കട്ടെ. അയാൾക്ക് വലിയ സീക്കല. അയാൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല ഉഷാറിലുണ്ടായിന്. സഡന്ന് ബാറ്റക്ക് വേദന വന്നല്ല. ഇപ്പൊ ടെസ്റ്റ് ആക്കി നോക്കുമ്പോ 4th സ്റ്റേജിലാണ്. ഡയറക്റ്റ് 4th സ്റ്റേജ് തന്നെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒന്നും ഇല്ല, 4th തന്നെ. അല്ലാഹു, ഞാനിത് ഗൗരവത്തിലെടുക്കാൻ വേണ്ടി ഞാൻ പറയണം. അല്ലാഹു കാക്കട്ടെ. ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പറയണൊരവസ്ഥ ഈ സദസ്സിലുള്ള ഞങ്ങൾക്കോ ഞങ്ങളെ പൊരക്കാർക്കോ, ഞങ്ങളെ പിരിശം വെക്കുന്ന ഒരു ആൺതരിക്കോ ഒരു പെൺതരിക്കോ നീ നിന്റെ മഹദ് ഫദല് കൊണ്ട് നൽകല്ലേ അല്ലാ. കാക്കണേ അല്ലാ. എത്ര ഗൗരവത്തിൽ ആമീൻ പറഞ്ഞാലും മതിയാകില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഞമ്മ അത്രയും വിഷയം പറഞ്ഞിട്ട് ഞമ്മ അവിടുന്ന് ഖലാസ് തീർന്ന് തിരക്കേടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് 2 ആൾ ഒന്നിച്ച് എന്നാ പിന്നെ നമുക്കൊന്ന് അയാളെ കാണാം, പോവല്ലേ, നമുക്ക് അയാളൊന്ന് കണ്ടുവരാ. ഉഷാരില്ലാത്ത ആളല്ലേ, പോന്നോമാ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്തായിരുന്നു? എന്തേ? പള്ളിയിൽ 3 ദിവസത്തിനപ്പുറം ഒരാളെ കാണാതെ ആയാൽ തങ്ങ സ്വഹാബത്തിനോട് ചോദിക്കും, എന്തേ അയാളെ കാണുന്നില്ല? എപ്പം വരാത്തവനെ കുറിച്ച് പിന്നെ ചോദിച്ചിട്ട് കാര്യമല്ലേ. ഓ എപ്പം വരുന്നേ ഇല്ല, ഓ എന്റെ വരാത്ത ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വാലിന്റെ സദസ്സില് തീരെ വരാത്തവണോ? ഓൻ തീരെ വരാത്തവനാണ്. ഓൻ ഒരു ദിവസം വരാതിരിക്കുമ്പോ പിന്നെ ഓനെ കുറിച്ച് ഓ എന്റെ വരാത്ത ആരെങ്കിലും ചോദിക്കുന്ന ഇല്ല. അതേ സമയത്ത് ബാക്കി വാലിന്റെ സദസ്സിൽ മുന്നിലിരിക്കുന്ന ഒരുത്തനാണ്, എന്നും ഒരു ദിവസം ഇല്ല, നീ എന്താ ഇന്നലെ കാണാത്ത അങ്ങനെ ചോദിക്കാം. തീരെ വരാത്തവൻ, ക്ഷീർണിയുള്ളവൻ അന്ന് വന്നെങ്കിൽ ബാക്കിയുള്ളവരെല്ലാരും പറയും എന്ത് എന്താ അത് ಬಂದಿನೇನು ಎಂದೆ ಕೊನೆಯಲ್ಲಿ ತಬರುಕ್ ವಿತರಿಸಲಾಗುತ್ತದೆ. അവസാന ക്ഷീർണിണ്ടല്ലേ അതിന് വന്നിനെ അത് കേൾക്കാൻ വന്നിനല്ല, ആയിക്കോട്ടെ. എന്നാലും ഇത് കേട്ടതാ അടുത്ത വാർഷികത്തിന് ക്ഷീർണിക്കും വരൂല. അതിന്റെ കൂലിയെങ്കിലും കിട്ടുമായിരുന്നു. ക്ഷീർണി കഴിച്ചിട്ടെങ്കിലും അതൊരു ബർക്കത്തുള്ള കാര്യമല്ലേ, നല്ല അന്നൊന്നും കൂടിയല്ലേ. ഞമ്മ പറഞ്ഞിട്ട് ഓനെ അതിനും കൂടി വരാത്ത പോലെ ആക്കി. ഇപ്പൊ നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. അതാണ് നമ്മളെ ജീവിതത്തിൽ ബർക്കത്തില്ലാതായി പോയ. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ ഇതിൽ കിടക്കണല്ല, ഞാൻ അവസാനിപ്പിക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ. അതുകൊണ്ടാണ് പറയട്ടെ, രോഗിയെ കാണാൻ ചെന്നാൽ പോയിട്ട് ഇങ്ങനെ വിഷയം പറഞ്ഞിട്ട് രോഗിക്ക് കൊടുന്ന ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാവും. റംബൂട്ടോ, ആപ്പിളും, മുസമ്പിയും, ചുത്തുപുലിയും, പിന്നെന്തുണ്ടായിന് ഇപ്പൊ പിന്നെ ഒരു ഫ്രൂട്ട് വന്നില്ല, എന്താ അതിന്റെ പേര്? എന്തല്ലോ മോനെ? അങ്കൺ ഫ്രൂട്ട്. അങ്ങനെ അതാ ഡ്രാഗൺ ഫ്രൂട്ട്. തിന്നി ഉസ്താദ്, നല്ല തടിക്ക് നല്ലല്ല, ലിവർക്കെല്ലാം ഭാര്യ നല്ലല്ല, ലിവറെല്ലാം ക്ലീൻ ആണല്ല.
ഒക്കെ അത് തിന്നിട്ട് അതിങ്ങനെ വയറ്റിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മരുന്നിന്റെ സ്മെല്ലുണ്ടായിന്, പച്ച ഇലന്റെ, അതായത് പച്ചക്കറിന്റെ, തർക്കാരിന്റെ, വെജിറ്റബിളിന്റെ സ്മെല്ല്. ഏതായാലും ഞാനിപ്പോ അത് നല്ലതാ ബെടക്കാന്ന് പറയാൻ പോകുന്നല്ല, എനിക്ക് അതിന്റെ ശാസ്ത്രത്തെ കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് അവിടെ എങ്ങനെ ഞമ്മ രോഗിയെ ഞമ്മ കാണാൻ പോയിനെ, രോഗി ഇങ്ങോട്ട് മുറിച്ച് തന്നിനെ, അത് നല്ല തന്നെ, ഇങ്ങോട്ട് തന്നതിന്റെ വർക്കത്തുണ്ടെങ്കിലും അയാളെ രോഗം പോട്ട് ഷിഫാവട്ടെ. പക്ഷെ ഞമ്മ അങ്ങനെ തന്നെ പോയിട്ട് കുറെ ഭർത്താനെല്ലാം പറഞ്ഞിട്ട് സീത എണിച്ചിട്ട് ബന്ധങ്കാവാലേ, ഞമ്മ അയാളെ ചെവിറ്റിൽ ഒന്ന് ഓതി കൊടുത്തിട്ട് വാ, ജാഗ്രതാക്ക് മാത്ര, നീ ഓതിട്ട് അവിടെ ജീമ പോയെങ്കിൽ പിന്നെ അതിനും കൂടി ഇത് വർക്ക് ഇപ്പൊ പോയി. അല്ല ഞാൻ വെറുതെ പറയല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനൊന്നും ആവൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഞങ്ങൾ ഒരു രോഗിന്റെ അടുത്തോടെ അങ്ങനെ പോകുമ്പോ അയാൾ രോഗി എന്ന് പറഞ്ഞു ഒക്കെ ചെവിയിൽ അങ്ങ് ഓതി കൊടുത്തു. സൂറത്തുൽ മുഅ്മിനീൻ 115 തൊട്ട് 118 വരെ. അപ്പൊ രോഗിയെ കണ്ടിട്ട് ഇങ്ങനെ വരാനുള്ളതല്ല, അത് കാണാതെ പഠിക്ക്. ഞമ്മക്കിപ്പൊ കാണാതെ പഠിക്കാൻ എന്തും ഇല്ല, എന്താ കണക്കടക്കം കാണാതെ പഠിക്കാനില്ല. ഇതാ എല്ലാം മൊബൈൽ ഇപ്പൊ ഡബിൾ കണ്ടില്ല. ഇതാ ഞാനിത് എടുത്തിന് എന്തിനറിയാം, ഇത് വലിയ മൊബൈലും പിടിച്ച് നടക്കണ ആളെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ വലിയ ബിസി എന്തോ അല്ല, എല്ലാ ഏത് ഒരുത്തന്റെ കയ്യിലും ഇതന്നെ ഉള്ളേ. പക്ഷെ ഞങ്ങൾക്ക് ഇത് സുലാഭാന്ന്, കുറച്ച് ഇതിൽ വിഷയം നോക്കിയിട്ട് ബിൽബിൽദ് കാണുന്നു, എന്താ കിതാബല്ല ബിൽബില്ലെ കാണുമ്പോ ഞങ്ങൾക്ക് ഇത് സുലാഭാന്ന് വാല് പറയുമ്പോ ഞമ്മ ദിവസം വേറെ തന്നെ വാല് പറയണ്ടേ. ഇന്നലെ ഞാൻ കർണാടകയിൽ വാല് പറഞ്ഞിന്, നാളെ രാത്രി ദുബായ് വുഡ്ലം പാർക്കിലാണ് രാത്രിത്തെ വാല്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വേറെ തന്നെ പറയണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിനാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഞമ്മ എല്ലാ കണക്ക് കൂട്ടുന്ന മൊബൈൽ തന്നെയല്ലേ, എല്ലാ കണക്ക് കൂട്ടലും മൊബൈലിൽ. പിന്നെ ഞങ്ങൾക്ക് ഇത് ഉസ്താദ് ഇത് പണ്ടത്തെ പോലെ ഓർക്കാനേ ഇല്ല. ഏത് മനസ്സിലാകുന്നില്ലല്ലേ? അതും ഓർക്കാന്നില്ലേ? അത് പോയ പീസ് തന്നെ. പിന്നെ ഓക്കെ അല്ലേ, ഞാൻ വെറുതെ പറഞ്ഞത് അത് അയാൾക്ക് മനസ്സിലായി. നോക്കി, അയാൾക്ക് നല്ല ഓർക്കാം. അപ്പോ നല്ല സൗണ്ട് ആവാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഇതെന്റെ വർക്കാവാത്തെന്ന് പറഞ്ഞാൽ പണ്ട് ഇതിന് നല്ല പണി കൊടുത്തിരുന്നു. ഇപ്പൊ ഇതിലുണ്ടല്ലേ കഷ്ടം മാത്രം നോർക്കാൻ. അതാണ് ഇത് പൊട്ടുന്നത്, ഞരമ്പ് പൊട്ടുന്നതെന്ന് കേട്ടിട്ടില്ലേ? സ്ട്രോക്ക്. അല്ലാഹു ശിഫാക്കട്ടെ. ഞങ്ങൾക്ക് ആർക്കും അല്ലാഹു സ്ട്രോക്ക് തരാതിരിക്കട്ടെ. എന്നല്ല അത് എന്താ, ഇത് എല്ലാ ടെൻഷനും കൊണ്ടുപോയിട്ട് അവിടെ നിറക്കുന്നേ. ഇത് ടെൻഷൻ കൊണ്ടുപോയി നോർക്കാനുള്ളതല്ല, അത് നോർക്കുന്ന വേറെ സ്ഥലത്ത്. ഇതിന് നല്ല പണി കൊടുക്കണം. എന്ത് പണി? ഇതാ കണക്കാക്കി നോക്കി. ഇപ്പൊ അതിനൊന്നും ഇല്ല, നമുക്ക് ഇവിടെ എന്ത് വെക്കാൻ എന്തും ഇല്ലല്ലേ. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ മുഅ്മിനിന്റെ ഒരു 3 ആയത്തുകൾ കാണാതെ പഠിക്ക്. രോഗിയെ കാണാൻ ചെന്നാൽ ആ രോഗിന്റെ ചെവിറ്റിലും ഓതി കൊടുക്കാൻ. അഫഹസിബതും, ഞാൻ അവസാനിപ്പിക്കുന്നു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين. രോഗിയുടെ ചെവിറ്റിൽ ഊതിക്കൊടുത്തോളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വഅദ് നിർത്തുന്നു. എൻ്റെ മുഅ്മിനീങ്ങൾക്ക് വശമല്ലെങ്കിലും അവിടെ തന്നെ എണീറ്റ് നിന്നോ. ഒരു ചെറിയ ചരിത്രമാണ്, ബറക്കത്തിന് വേണ്ടി നമുക്കതൊന്ന് നിന്നിട്ട് കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇവിടെ വേറെയും ചടങ്ങുകൾ നടക്കാനുണ്ട്. പ്രായമുള്ള ഉപ്പമാർക്ക് വിഷമമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ. ഓ ജനങ്ങളെ, ഖൽബ് റബ്ബിലേക്ക് തിരിക്കണോ. ആ കൽബൊന്ന് നന്നാക്കിയെടുക്കണോ. റാത്തീബിന്റെ വാർഷികം എന്തിനുള്ളതാണ്? കറുത്തിരുണ്ടുപോയ ഹൃദയത്തെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കിക്കോ. ആ ഹൃദയത്തെ വെളുപ്പിക്കാനാണ് റജബുള്ളത്, ശഅബാൻ വരാൻ പോകുന്നത്, റമളാനിനെ എത്തിച്ചു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അതേ ഞാനും നിങ്ങളും കാണാത്ത ഒരു ഖൽബ്. ഓ ചെറുപ്പക്കാരെ, മുഖം കറുത്തുപോയാൽ കണ്ണാട്ടിയുടെ മുന്നിൽ നിന്ന് എന്തേ എന്റെ മുഖം കറുത്തതെന്ന് ചിന്തിക്കാറില്ലേ?
നല്ല വെളുത്ത് പ്രകാശിക്കുന്ന കൈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കറുത്തുപോയാൽ എന്തേ എന്റെ കൈകാല് കറുത്തുപോയതെന്ന് ചിന്തിക്കാറില്ലേ? എന്നാൽ ഞാനും നിങ്ങളും കാണാത്ത ഒരു ഭാഗമുണ്ട്. അത് എന്റെ ഹൃദയമാണ്, നിങ്ങളെ ഹൃദയമാണ്. അലാ വഹിയൽ ഖൽബ്. ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായില്ലേ? ആ ഹൃദയം കേടായാൽ ശരീരം മുഴുവനും കേടായില്ലേ? അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണെന്ന് ഹൃദയത്തിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? ആ ഹൃദയം കറുത്തുപോയിട്ട് കാലമെത്രയായി? അതിനെ തുടർന്നൊരു മനപ്രയാസം ഈ വഅദ് പറയുന്ന മുസ്ലിയാർക്കില്ലല്ലോ. എന്റെ വഅദ് കേൾക്കുന്ന ഈമാനുള്ള ജനങ്ങളെ നമുക്കില്ലല്ലോ. بيض صحيفتك سوداء في رجبي بصالح العمل المنجي من اللهب. ഓ ആ കറുത്തുപോയ നിന്റെ ഏട് കിതാബ്, ആ കറുത്തുപോയ നിന്റെ ഹൃദയം അതൊന്ന് വെളുപ്പിക്കാൻ നോക്കണ്ടേ, അതൊന്ന് പ്രകാശിപ്പിക്കാൻ നോക്കണ്ടേ. അതിന് ഏറ്റവും നല്ല സമയമാണ് റജബ് മാസമെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ? എങ്ങനെയാണ് ആ ഹൃദയത്തെ വെളുപ്പിക്കേണ്ടത്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. നരകത്തിൽ നിന്ന് ആളിക്കത്തുന്ന നരകമില്ലേ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കളയുന്ന അതേ സ്വാലിഹായ അമലുകളില്ലേ? ആ സ്വാലിഹായ അമലുകൾ കഴിവിന്റെ പരമാവധി അങ്ങ് ചെയ്ത് 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 ഹൃദയത്തിലൊരു മാറ്റം വരുന്നത് ജീവിതകാലത്ത് അറിഞ്ഞിട്ട് വേണം ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറയാൻ. അങ്ങനെയല്ലേ സുൽത്താനുൽ ആരിഫീൻ അശൈഖ് അഹ്മദ് അൽ കബീർ റിഫാഈ തഫാദെ അബ്ദുൽ മാലിക്കിൽ ഖസ്റൂനി തങ്ങൾ ഓരോ ചൊല്ലൽ ഒരാണ്ട് ഫാർത്തോവർ ഇശൽ കേട്ട ഖത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരേ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മറുഖത്ത് നോക്കി ഫശംഫുക്ക് അറിഞ്ഞില്ല ഞാനിവർ ഫോരീശായെന്നോവർ. എന്തുകൊണ്ടാണ് മഹാനവരുകളെ ശല്യം ചെയ്താൽ തിരിച്ചങ്ങോട്ടാരെയും ശല്യം ചെയ്യൂല? മഹാനെ വേദനിപ്പിച്ചാലോ തിരിച്ചങ്ങോട്ടൊരാളെയും വേദനിപ്പിക്കില്ല. കാരണം അതാ വെളുത്ത ഹൃദയത്തിന്റെ ഉടമയാണ്, ക്ലിയറുള്ള മനസ്സിന്റെ ഉടമയാണ് എന്നതിന്റെ തെളിവാണ്. എനിക്കും നിങ്ങൾക്കും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് അതുപോലെ അപ്പോഴേക്ക് തന്നെ പക വീട്ടാനുള്ള വാശിയിലാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും മനസ്സിനൊരു നെമ്മതിയില്ല, മനസ്സിനൊരു സമാധാനമില്ല, മനസ്സിനൊരു റാഹത്തില്ല, മനസ്സിനൊരു സുഖമില്ല. ഈമാനുള്ള സത്യവിശ്വാസികളെ, അത് ഹൃദയം കേടായി എന്നതിന്റെ അടയാളമാണ്, കറുത്തുപോയി എന്നതിന്റെ അടയാളമാണ്. എന്നാൽ ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹു അവസാനം ഒരു രോഗം പിടികൂടുകയാണ്. 1 മാസത്തിലധികം രോഗിയായി കിടന്നു. എന്താണ് രോഗം? വയറ്റെന്ന് പോക്കാണ്. ഇങ്ങനെ വയറ്റിന്നിങ്ങനെ പോവാണ്.
നിൽക്കുന്നില്ല. പക്ഷേ ആ രോഗ അവസരത്തിൽ പോലും നിലവിളിച്ചില്ല. കാരണം രോഗം തന്നവന് റബ്ബാണല്ലോ. ആ റബ്ബിനറിയാമല്ലോ എനിക്ക് എന്തിനാണ് രോഗം തന്നത്. അതുകൊണ്ട് നിലവിളിക്കാനില്ല. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം 30 തവണയാണ് ഏകദേശം മഹാനവരികൾക്ക് വയറ്റുന്നിങ്ങനെ പോവാണ്. ഒരൊറ്റ ദിവസം 30 തവണ വയറ്റുന്ന് പോവാണ്. പക്ഷേ ഓ ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ മടിയല്ലേ? നിസ്കരിക്കാൻ വലിയ ആവേശം കിട്ടുന്നില്ലല്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാലും അതിനൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ലല്ലേ? ഓ ഉമ്മമാരെ, ഷോപ്പിങ്ങിന് പോകാറില്ലേ? പർച്ചേസിങ്ങിന് പോകാറില്ലേ? എന്നാൽ മഗ്‌രിബിന്റെ സമയമാകുമ്പോഴേക്ക് മഗ്‌രിബ് നിസ്കാരം ഖളാ ആകാത്ത വിധത്തിൽ വീട്ടിലോട്ട് തിരിച്ചെത്തണമെന്ന് നിർബന്ധമില്ലല്ലോ, വാശിയില്ലല്ലോ. അതിനെന്താണ് മുടന്ത ന്യായം പറയുന്നത്? എന്നും നിസ്കരിക്കാറുണ്ടല്ലോ. ഒരു ദിവസം നിസ്കാരം സമയത്ത് തൊട്ട് തെറ്റിയാൽ പടച്ച റബ്ബ് പൊറുക്കുമെന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ പരീക്ഷിക്കാൻ നോക്കുന്ന ചില ഉമ്മമാരില്ലേ, ചില സഹോദരിമാരില്ലേ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരൊറ്റ ദിവസം 30 തവണ വയറ്റുന്ന് പോയിട്ടു ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വേഗമങ്ങ് ഓരോ തവണ വയറ്റുന്നങ്ങ് പോയാൽ ഉടനെ വേഗമങ്ങ് ഉളു എടുക്കൂ. വേഗം പോയിട്ട് ഉളു എടുക്കൂ. അതാ വയുസല്ലി റകഅതൈനി, എന്നിട്ടതാ ഒരു 2 റകഅത്ത് നിസ്കരിക്കൂ. അപ്പോഴേക്ക് വീണ്ടും വയറ്റുന്ന് പോകാൻ തോന്നും. വീണ്ടും അതാ പോകും. എന്നിട്ടതാ ഉളു എടുക്കും, 2 റകഅത്ത് നിസ്കരിക്കും. വീണ്ടും വയറ്റുന്ന് പോകാൻ തുടങ്ങും. അതാ വീണ്ടും വയറ്റുന്ന് പോയിട്ട് വീണ്ടും ഉളു എടുക്കും, 2 റകഅത്ത് നിസ്കരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും 1 മാസത്തിലധികമായി 30 തവണ വയറ്റുന്ന് പോകുമ്പോഴും വേഗമങ്ങ് പോയി ഉളു എടുക്കുന്നു, 2 റകഅത്ത് നിസ്കരിക്കുന്നു. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിം മിനൽ ളുലമി വബിത തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. എല്ലാരും ഉറക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലും. മൗലായ സ്വല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ നേതാവ് ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോ സമ്മാനമായി കിട്ടിയ നിസ്കാരമല്ലേ? ആ നിസ്കാരത്തോട് ഒരു കൂറ് പുലർത്തിയിട്ട് നേതാവിനോടുള്ള കടപ്പാട് വീട്ടടേ. ഇന്നത്തെ സദസ്സിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണോ, ഒരു തീരുമാനമെടുക്കണോ? ഇത് വാദ് പറയാൻ എനിക്ക് അർഹതയില്ല, ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. സാധുവായ ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടങ്ങ് ഓർമ്മപ്പെടുത്തി നിങ്ങളെ ഞാനത് കേൾപ്പിച്ച് ഞാൻ എൻ്റെ ഇന്നത്തെ വാദ് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, ഞങ്ങളെ ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യഗണങ്ങള്, സ്നേഹജനങ്ങള്, സഹായികള്, സഹകാരികൾ, ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ ഇവിടത്തെ ദർസിനെ സഹായിക്കുന്നവർ, സാധുവായ ഞാൻ എൻ്റെ ദർസിന് വേണ്ടി എൻ്റെ സ്നേഹജനങ്ങളോട് ആവശ്യപ്പെടുമ്പോ മുടക്ക് പറയാതെ ഏറ്റെടുത്ത് സഹായിക്കുന്ന മുഅ്മിനീങ്ങൾ
ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈറിന്റെ വഴികളെ തുറന്നു തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാം അധികരിപ്പിക്കണേ അല്ലാഹ്.